ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ റെഗുലർ ബാച്ചുകാർക്ക് ഒരു റിവിഷൻ പോലെ ആയിരിക്കും. പുതിയതായിട്ട് അവരുമായിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പിന്നെ പുതിയ സ്റ്റുഡൻസിന് ചിലപ്പോൾ പുതിയതായിട്ടുള്ള കാര്യമായിരിക്കും. ബട്ട് ആദ്യം നമ്മുടെ ഫസ്റ്റ് മുതലുള്ള കുട്ടികൾക്കെല്ലാം ഒരു റിവിഷൻ പോലെ തന്നെത്താനെ ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഒക്ടോബർ ബാച്ചുകാർക്ക്, ടെസ്റ്റ് ബാച്ചുകാർക്ക് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ലിംഗ്വിസ്റ്റിക് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സെഷനും നടത്തിയിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ടാണ് ഇന്ന് ലിംഗ്വിസ്റ്റിക് സെഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചത്. ഓക്കെ, എന്നെ കേൾക്കാവോ? ജലദോഷമുണ്ട്, കുഴപ്പമില്ലല്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇല്ല വലിയതായിട്ട് കാണുന്നുണ്ടോ ഈ PPT? ഇല്ലല്ലോ. ഇല്ല ഇപ്പൊ കാണാവോ? ഇപ്പൊ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈവൻ റെഗുലർ ബാച്ചുകാർക്ക് ആൻസേഴ്സ് അറിയാമെങ്കിലും മേ ബി നമുക്ക് കുറച്ചുകൂടെ നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോന്ന്, എന്നാലും ടെസ്റ്റ് ബാച്ചുകാർക്ക് അറിയാവോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യമേ നിങ്ങൾ ചാടിക്കയറി ആൻസർ പറയരുത് കേട്ടോ റെഗുലർ ബാച്ചുകാര്. ക്ലിയർ ആണല്ലോ? എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മള് HSA പിന്നെ ഇടയ്ക്ക് കുറച്ച് ട്രാൻസ്ക്രിപ്ഷനും ചെയ്യുന്നുണ്ട് നമ്മള്. നമ്മളിപ്പം എത്ര നാളായി, ഒരു 2 മാസത്തിലടുത്തായി തോന്നുന്നു ട്രാൻസ്ക്രിപ്ഷൻ എന്തെങ്കിലും ചെയ്തിട്ട്. ട്രാൻസ്ക്രിപ്ഷൻ്റെ ഒരു ടച്ച് വിട്ടുപോയി കാണും. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനും കുറച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു മണിക്കൂറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അതേപോലെ തന്നെ അല്ലാത്ത കുറച്ച് ഡിസ്കഷൻസും ഒക്കെ ആയിട്ടങ്ങ് കഴിഞ്ഞ പ്രാവശ്യത്തെ ടോക്ക് പോലെ തന്നെ, കഴിഞ്ഞ പ്രാവശ്യം ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പൊ നമുക്ക് കുറേം കൂടി ഇൻപുട്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്രാവശ്യം ലിംഗ്വിസ്റ്റിക്സ് ആയത് കൊണ്ട് ആരും എന്താ പറയാ അടിച്ചു നിൽക്കരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമുക്ക് ഡിസ്കഷൻസ് ആയിട്ട് തന്നെ പോവാം. അങ്ങനെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, so the first question is, which among the following is an example for portmanteau word? So smog, UNESCO, bus, edit. ടെസ്റ്റ് ബാച്ചിലെ ആരെങ്കിലും ഒരു ആൻസർ കേൾക്കുന്നില്ല? സ്മോഗ് മാം. സ്മോഗ്. അപ്പം എന്താണ് പോർട്ട്മാന്റ്യൂ വേർഡ് എന്നതിനെ കുറിച്ച് ആരെങ്കിലും ഒരാളൊന്ന് പറയാവോ? എനിവൺ? Blending of two words into one. blending of two words into one. സ്മോഗ് അപ്പൊ ഏത് രണ്ട് വേർഡ്സിൽ നിന്ന് വന്നതാണ്? Smoke and fog. Smoke and fog. വേറെ പോർട്ട്മാന്റ്യൂ വേർഡ്സിന് എക്സാമ്പിൾസ് അറിയാവോ? ബ്രഞ്ച്, മോട്ടൽ, മോട്ടൽ, പിന്നെ ഇൻഫോർടൈൻമെന്റ്. ഇൻഫോർടൈൻമെന്റ് ഏതൊക്കെ വാക്കിൽ നിന്ന് വരുന്ന? Entertainment plus entertainment. Information plus entertainment. Okay, so അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അത് വളരെ പോർട്ട്മാന്റ്യൂ വേർഡ്സ് അല്ലെങ്കിൽ ബ്ലെൻഡിങ് എന്ന് പറയുന്നത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുമാതിരി ഏതൊരു ഇതെടുത്ത് നോക്കിയാലും പോർട്ട്മാന്റ്യൂ വേർഡ് അല്ലെങ്കിൽ ബ്ലെൻഡിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഏതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ പോർട്ട്മാന്റ്യൂ വേർഡ്സ് എന്ന് പറയുന്നത് രണ്ട് വേർഡ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു വേർഡ് ഉണ്ടായി വരുന്നതാണ്. അപ്പം there is a difference. നമ്മൾ വരാം. ഓക്കെ, ആൻസർ സ്മോക്ക്. സോ a blend of words in which parts of multiple words are combined into a new word, as in smoke, coined by blending smoke and fog, or mortal from motor or and hotel. അപ്പൊ രണ്ട് വാക്കുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു വേർഡിന്റെ ഒരു പാർട്ടും മറ്റൊരു വേർഡിന്റെ മറ്റേ പാർട്ടും തമ്മിൽ കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് പോർട്ട്മാന്റ്യൂ വേർഡ്സ് അല്ലെങ്കിൽ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വേർഡ് ആണെങ്കിലോ, സ്റ്റാർ ഫിഷ് എന്ന് പോലൊരു വേർഡ് ആണെങ്കിലോ അതെന്തായിരിക്കും?
അത് കോമ്പാറ്റീവ് വേർഡ് ആണോ? യാ അതെ. Compound words. ഇവിടെയും കോമ്പിനേഷൻ ആണ്, കമ്പൈനിങ് ആണ് നടക്കുന്നെങ്കിലും സ്റ്റാർഫിഷ് പോലെ ഒരു വാക്ക് എന്ന് പറയുന്നത് അതൊരു കോമ്പൗണ്ട് വേർഡ് ആണ്. അതായത് രണ്ട് വേർഡ്സ്, അതിനകത്ത് എലിമിനേഷൻസ് ഒന്നുമില്ല. ഇപ്പൊ സ്മോക്ക്, ഫോഗ് എന്ന് പറയുമ്പോൾ സ്മോക്കിലെ KEയും ഫോഗിലെ Fഉം ആ രണ്ടും നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ കോമ്പൗണ്ടിങ് വേർഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് വേർഡ്സ് അതേപോലെ ആഡ് ചെയ്യുന്നതിനെയാണ് കോമ്പൗണ്ടിങ്. ആ ഒരു പ്രോസസ് ഓഫ് വേർഡ് ഫോർമേഷനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നതും അങ്ങനെയുള്ള വേർഡ്സിനെയാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്നും പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ഇനി അടുത്തത്, വേർഡ്സ് സച്ച് ആസ് യുനെസ്കോ ആൻഡ് റഡാർ ആർ ഇൻസ്റ്റൻസസ് ഓഫ് കോമ്പൗണ്ടിങ്, അക്രോണിം, റീഡ്യൂപ്ലിക്കേറ്റ്സ്, കൺവേർഷൻ. പറയാത്തവര്, അതായത് പറയാത്തവര് ബാക്കിയുള്ളവർക്ക് ചാൻസ് കൊടുക്കണേ. ഞാൻ ചോദിക്കട്ടെ, ബിന്ദു PR. Yes, ma'am. I think it's acronym. അതെ, അക്രോണിം. കറക്റ്റ് ആണ് ബിന്ദു. Thank you, ma'am. അക്രോണിമിനെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാവോ ബിന്ദുവിനെ ഒന്ന് ആഡ് ചെയ്യാൻ? Acronym, that is full forms നെ നമ്മൾ ഇങ്ങനെ ഷോർട്ട് ആയിട്ട് പറയുന്നല്ലേ മാം? അതെ. അപ്പം എന്തെങ്കിലും ഒരു യൂഷ്വലി ഷോർട്ട് ഫോംസ് എല്ലാം എല്ലാ അബ്രിവിയേഷൻസും അക്രോണിംസ് ആണോ? അങ്ങനെയല്ലേ, ഇനിഷ്യൽ വേർഡ്സ് യൂസ് ചെയ്യുന്നല്ലേ? ഇനീഷ്യൽ വേർഡ്സ് യൂസ് ചെയ്താണ് നമ്മളിപ്പം എന്താ പറയുന്നത്, യുനെസ്കോ അല്ലെങ്കിൽ റഡാർ എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു വാക്ക് പറയാണ്, ഇപ്പം യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന് നമ്മൾ ഇനീഷ്യൽ വേർഡ്സ് ഉപയോഗിച്ച് UGC എന്ന് പറയും. അപ്പൊ അതൊരു അക്രോണിം ആണോ? അല്ല. അതിപ്പോ ആരാ ആൻസർ പറഞ്ഞേ? ഐലിമ. ഞാൻ ബിന്ദുവിനോട് ഐലിമ ചോദിച്ചോണ്ടിരിക്കുന്നേ. ഐലിമയ്ക്ക് അറിയാലോ, നന്നായിട്ട് അറിയാം. ബിന്ദു, യെസ് മാം. ബിന്ദുവിന് എന്താ തോന്നുന്നത്, അതൊരു അക്രോണിം ആണോ? ഇപ്പൊ UGC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി BBC എന്ന് പറയുന്നത്, അതൊരു അക്രോണിം ആണോ? എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല മാം. ഓക്കെ. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. ബിനി. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം. അതായത് ഇപ്പം ഈ വേർഡ്സ് യുനെസ്കോ, റഡാർ എന്നൊക്കെ പറയുന്നത് അത് അക്രോണിംസ് ആണ്. അതേസമയം നമ്മൾ ഈ UGC അതും എന്താ, ഇപ്പൊ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനിൽ നിന്ന് UGC ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തല്ലേ പറയുന്നത്. പക്ഷെ നമ്മൾ ഓരോ ലെറ്ററും എടുത്തെടുത്താ പറയുന്നത്. UGC നമ്മൾ യുനെസ്കോ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മളൊരു വേർഡ് പോലെ നമ്മളത് ഫുൾ പ്രൊനൗൺസ് ചെയ്തല്ലേ പറയുന്നത്. ഒരു വേർഡ് പോലെ നമ്മൾ പ്രൊനൗൺസ് ചെയ്തല്ലേ പറയുന്നത്. അങ്ങനെയുള്ളതിനെയാണ് അക്രോണിംസ് എന്ന് പറയുന്നത്. യുനെസ്കോ, റഡാർ അല്ലാതെ നമ്മൾ UNESCO എന്നല്ലല്ലോ പറയുന്നത്. നമ്മൾ യുനെസ്കോ എന്ന് പറയുന്ന ഒരു വേർഡ് ആയിട്ടല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അക്രോണിംസ് എന്ന് പറയുന്നത്. മറ്റേ പോലെയുള്ളതിനെ നമ്മൾ ഇനീഷ്യലിസം എന്നൊരു വാക്കുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, വാക്കുകൊണ്ടാണ് നമ്മൾ ഡെപിക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്? ഓക്കെ. ഇനി നമ്മൾ കോമ്പൗണ്ടിങ് പറഞ്ഞു, അക്രോണിം പറഞ്ഞു. ഇനി എന്താ ഉള്ളത് നോക്കാം. അക്രോണിംസ്. അക്രോണിംസ് ആർ വേർഡ്സ്. അക്രോണിംസ് എന്ന് പറയുന്നത് വേർഡ്സ് ആണ് പ്രൊഡ്യൂസ് ഫ്രം ദ ഇനീഷ്യൽ ലെറ്റേഴ്സ് ഓഫ് എ ഫ്രേസ്. എക്സാമ്പിൾ റഡാർ. റഡാർ എന്ന് പറയുന്നത് റേഡിയോ ഡിറ്റക്ടിങ് ആൻഡ് റേഞ്ചിങ്, അതിന്റെ അക്രോണിം ആണ് റഡാർ. യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സോഷ്യൽ കൾച്ചറൽ ഓർഗനൈസേഷൻസ്. വേറെ എക്സാമ്പിൾസ് അറിയാവോ അക്രോണിമിന്റെ ആർക്കെങ്കിലും? ഡെൻവർ. ലേസർ. കറക്റ്റ്, ലേസർ നല്ലൊരു എക്സാമ്പിൾ ആണ്. ലേസറിന്റെ ഫുൾ ഫോം എനിക്കറിയില്ല. ഡെൻവറിന് അറിയോ? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ആൻഡ് സ്റ്റിമുലേഷൻ, ലാസ്റ്റ് റേഡിയേഷൻ ആണ് വരുന്നത്. ഫുള്ളായിട്ട് അറിയില്ല. വേറെ ആർക്കെങ്കിലും അറിയോ ലേസറിന്റെ? ഇല്ല. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ കോമ്പൗണ്ടിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാം, ലൈറ്റ് ആംപ്ലിഫൈഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു ലേസർ.
എനിക്കും അറിയില്ല. നമുക്ക് നോക്കാം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ Okay, ma'am. സോ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോമ്പൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് വേർഡ് ഫോർമേഷൻ where two or more existing words are simply combined. അതിന് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ബോർഡ്, ഫ്ലാഷ് ലൈറ്റ്, സ്റ്റാർ ഫിഷ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതൊക്കെയാണ് കോമ്പൗണ്ടിങ്ങിന് എക്സാമ്പിൾസ്. ഇനി വേറെ ഒരെണ്ണം വേർഡ് ഫോർമേഷൻ പ്രോസസ് ആണ് റീഡ്യൂപ്ലിക്കേറ്റീവ്സ്. അതായത് വേർഡ്സ് കമ്പോസ്ഡ് ഓഫ് ടു ഓർ മോർ എലമെന്റ്സ് ദാറ്റ് ആർ ഐഡന്റിക്കൽ ഓർ സ്ലൈറ്റ്ലി ഡിഫറെന്റ്. ഏകദേശം ഐഡന്റിറ്റിക്കൽ ആയിട്ടുള്ള വേർഡ്സുകൾ തമ്മിൽ ചേർത്ത് ഒരു വേർഡ് ഫോം ചെയ്യുന്നതിനെയാണ് റീഡ്യൂപ്ലിക്കേറ്റീവ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ടിക് ടോക്ക്, ടിപ് ടോപ്പ്, സീസോ എന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി വേറൊരു വേർഡ് ഫോർമേഷൻ ഉള്ള എക്സാമ്പിൾ ആണ് കൺവേർഷൻ. കൺവേർഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വേർഡ് തന്നെ ബോത്ത് നൗൺ ആൻഡ് അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചിലപ്പോൾ ആ ഒരു വേർഡ് ഒരു നൗൺ അഡ്ജക്റ്റീവ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ നൗൺ ആയിട്ടായിരിക്കും ലാംഗ്വേജിൽ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നീട് അത് വേറെ പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ട് വേറെ പാർട്സ് ഓഫ് സ്പീച്ചുകളായിട്ട് മാറും. അതിന്റെ കൂട്ടത്തിൽ വേറെ അഫിക്സേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ അത് വേറെ പാർട്സ് ഓഫ് സ്പീച്ചസ് ആയിട്ട് മാറുന്നതിനാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. So it involves the deliberate ന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, നോട്ട് ചെയ്യണേ. It involves the deliberate transfer of word from one part of speech to another without any affixation at all. Example, the word red used as both noun and adjective. Okay, clear ആണല്ലോ? വേറെ എന്തൊക്കെ വേർഡ് ഫോർമേഷൻസ് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളത് എന്തേലുമൊക്കെ? ദിവ്യ, ഇപ്പൊ നമ്മൾ കോമ്പൗണ്ടിങ് പറഞ്ഞു, അക്രോണിം പറഞ്ഞു, പോർട്ട്മാൻഡ്യൂ പറഞ്ഞു, റീഡ്യൂപ്ലിക്കേറ്റീവ്സ് പറഞ്ഞു, കൺവേർഷൻ പറഞ്ഞു. വേറെ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ ദിവ്യ? ഹലോ, ഓക്കെ, ദിവ്യ ഇല്ലാന്ന് തോന്നുന്നു. ഐലിമ? Yes, ma'am. Back formation, clipping. ക്ലിപ്പിംഗ്. Back formation. ബാക്ക് ഫോർമേഷൻ. ബാക്ക് ഫോർമേഷൻ, ക്ലിപ്പിംഗ്. വേറെ ഓർമ്മയില്ല. ഓക്കെ, അപ്പം പോയി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കോളൂട്ടോ ഐലിമ, എന്തൊക്കെയാണ് വേർഡ് ഫോർമേഷൻ വേറെ വരുന്നതെന്നൊക്കെ. ഓക്കെ, ഫർസാനക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇപ്പൊ ഞാൻ ഈ പറയുന്ന വേർഡ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ടെസ്റ്റ് ബാച്ചിലുള്ളവർ. അപ്പൊ നിങ്ങൾക്ക് തന്നെ പിന്നീട് ചെക്ക് ചെയ്യാമല്ലോ. അറിയാത്തതുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം, അറിയുന്നതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, സോ കോമ്പൗണ്ടിങ്, റീഡ്യൂപ്ലിക്കേഷൻ, കൺവേർഷൻ, ബാക്ക് ഫോർമേഷൻ, ക്ലിപ്പിംഗ്. ഫർസാന പറയൂ. അഫിക്സസ് ഒക്കെ എങ്ങനെയാണ്? അങ്ങനെ സഫിക്സ്, ഫിക്സ് ഒക്കെ ഡെറിവേഷൻ എന്ന് പറയും. ഡെറിവേഷനിലാണ്. ഓക്കെ, കറക്റ്റ് ആണ്. വേറെ? that's enough. ഒരുമാതിരി എല്ലാം നമ്മൾ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മാം ഈ ഹോമോഫോൺസ് ഹോമോണിംസ് ഒക്കെയോ? അത് വേർഡ് ഫോർമേഷനിൽ വരുന്നതല്ല. ഹോമോഫോൺസ്, ഹോമോണിംസ് ഒന്നും വേർഡ് ഫോർമേഷനിൽ വരുന്നതല്ല. അത് സെമാൻറ്റിക്സിന്റെ ഭാഗമായിട്ട് ആണ് കൂടുതലും നമ്മൾ പഠിക്കുന്നത്. സെമാൻറ്റിക്സിന്റെ ഒരു പാർട്ടായിട്ടാണ് പഠിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇനി അടുത്തത് മെറ്റാ അനാലിസിസ് ഇല്ലേ? മെറ്റാ അനാലിസിസ് ഉണ്ട്. ഓക്കെ, അടുത്തത് വേർഡ്സ് such as edict and housekeep are instances of derivation, back formation, compounding, portmanteau. ഗ്രീഷ്മ? ഫർസാന മ്യൂട്ട് ചെയ്യാവോ? അറിയില്ല മാം. നൂറ? അറിയില്ല മാം. ഓക്കെ, ഫൈൻ, പ്രശ്നമില്ല. പ്രസന്ന? കോമ്പൗണ്ടിങ് അല്ല, ഡെറിവേഷൻ ആണോ മാം? ഡെറിവേഷൻ അല്ല. ബാക്ക് ഫോർമേഷൻ, കറക്റ്റ്. അപ്പം നമ്മൾ കണ്ടതിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് മനസ്സിലാക്കി അല്ലേ? ഇപ്പൊ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നമുക്ക് ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഓപ്ഷൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിച്ച ഈ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കേട്ട വെച്ച് നമുക്കറിയാം
അത് കോമ്പൗണ്ടിങ് അല്ല, പോർട്ട്മാൻറ്റോ അല്ല, ഡെറിവേഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്കൊരു ഗസ് എടുക്കാം അതിനകത്ത് ബാക്ക് ഫോർമേഷൻ ആണോ എന്നുള്ളൊരു ഗസ് നമുക്ക് അവിടെ എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് MCQs ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യണം. നിങ്ങളിപ്പോ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ടില്ലേ അറിയില്ല എന്ന് പറഞ്ഞ് ലീവ് ചെയ്യരുത്. അതിന്റെ ഓപ്ഷൻസും കൂടെ നോക്കാം. അപ്പൊ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളതിൽ വെച്ച് വേണമെങ്കിൽ നമുക്കൊരു ഗസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ഹൗ ടു ആൻസർ എന്നുള്ളതിൽ അതും ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബാക്ക് ഫോർമേഷൻ ആണ്. ഓക്കെ, ബാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ റിവേഴ്സ് ഫോം ഓഫ് ഡെറിവേഷൻ. ഡെറിവേഷന്റെ റിവേഴ്സ് ഫോം ആണ് ബാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഹൗസ് കീപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇറ്റ് കംസ് ഫ്രം ഹൗസ് കീപ്പിംഗ് ഓർ ഹൗസ് കീപ്പർ. അതിൽ നിന്ന് ING അല്ലെങ്കിൽ ER എന്ന് പറയുന്ന സാധനം സബ്ട്രാക്ട് ചെയ്തിട്ടാണ് ഹൗസ് കീപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നത്. അങ്ങനെയാണ് അത് ബാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഡെറിവേഷൻ ഓൺ ദ അതർ ഹാൻഡ്, ന്യൂ വേർഡ്സ് ആർ ഫോം ബൈ അറ്റാച്ചിങ് suffixes or prefixes ആയിരുന്നു അവിടെ, സഫിക്സസ് ഓർ അഫിക്സസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു വേർഡിലേക്ക് പുതിയതായിട്ട് വേർഡുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ വേർഡ്സ് വരുന്നതിനാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഒരു വേർഡിൽ നിന്ന് ചില കാര്യങ്ങൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വേർഡ്സിനെയാണ് ബാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും ഓർത്തിരിക്കുക. ഒന്നിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റൊന്ന്. ഡെറിവേഷന്റെ ഓപ്പോസിറ്റ് ആണ് ബാക്ക് ഫോർമേഷൻ. പിന്നെ ഓർത്തിരിക്കുമല്ലോ, അത് ഡെറിവേഷന്റെ ഓപ്പോസിറ്റ് ആണ് ബാക്ക് ഫോർമേഷൻ. ഓക്കെ, ഒന്നില് അഡീഷൻ നടക്കുന്നു, മറ്റതില് സബ്ട്രാക്ഷൻ നടക്കുന്നു. ബേസിക് മാത്തമാറ്റിക്സ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. The study of relationship between two or more languages and the investigation whether the common languages have a common ancestor is called sociolinguistics, psycholinguistics, comparative linguistics, none of this. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആരോടാ ചോദിച്ചേ? പ്രസന്നയോടാണോ? അതെ. ഓക്കെ, നെക്സ്റ്റ് രശ്മി. കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. അതും നമുക്ക് ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും അല്ലേ? ടു ഓർ മോർ ലാംഗ്വേജസ് എന്ന ആ ഒരു ഫ്രേസ് കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവും കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് ആണെന്നുള്ളത്. ഓക്കെ, so comparative linguistics is a branch of historical linguistics that is concerned with comparing languages to establish their historical relatedness. അപ്പൊ രണ്ട് ലാംഗ്വേജസ് തമ്മിൽ മേ ബി ദേ ഹാവ് കോമൺ റൂട്ട് എന്നുള്ളതിനെ കാണിക്കാനായിട്ട് അങ്ങനെ പഠിക്കുന്നതിന് ഒരു ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നതിനെയാണ് കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഡൗട്ട് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന മറ്റൊന്നെന്ന് പറയുന്നത് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഓക്കെ, the descriptive study of the effect of any and all aspects of society including cultural norms, expectations and context on the way language is used and society's effect on language. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് ലാംഗ്വേജിൽ എന്തൊക്കെ എഫക്റ്റ് ആണോ ഉള്ളത് അതിനെ പഠിക്കുന്നതിനെയാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതേസമയം സോഷ്യോളജി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാംഗ്വേജിന് സൊസൈറ്റിയിൽ എന്തൊക്കെ എഫക്റ്റ് ആണോ ഉള്ളത് അതിനെയാണ് സോഷ്യോളജി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നല്ലൊരു ഡിസ്കഷന് ഒരു ഡിസ്കഷന് സ്കോപ്പുള്ള ഒരു ഏരിയ ആണ് അല്ലെ? ശരിക്കും സൊസൈറ്റിക്ക് ലാംഗ്വേജിലാണോ കൂടുതൽ എഫക്റ്റ് ഉള്ളത്, ലാംഗ്വേജിന് സൊസൈറ്റിയിലാണോ കൂടുതൽ എഫക്റ്റ് ഉള്ളത്? ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഡിസ്കഷൻ പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കുന്ന ഒരു കാര്യമാണ് ജെൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ? അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇപ്പൊ എന്താ പല ലാംഗ്വേജിൽ ഇപ്പൊ കുറെ കാര്യങ്ങളും ജെൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? നമ്മൾ നോർമൽ എന്ന് പറയുന്നതും ഒക്കെ ഇപ്പൊ ഒരു ജെൻഡേർഡ് ലാംഗ്വേജിന് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്താ? നിങ്ങൾ ആരെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? ഇപ്പൊ ദ വേർഡ് എന്താ മാൻകൈൻഡ് അല്ലേ? ഒരു സമയത്ത് ഇംഗ്ലീഷിൽ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വേർഡ് അല്ലേ മാൻകൈൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്
ഹ്യൂമൻ കൈൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ആർക്കും ഒന്നും ആഡ് ചെയ്യാനില്ല. ഞാൻ ഓർത്ത് ജെൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇഷ്ടം പോലെ ടോക്കിംഗ് പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻ, നമ്മൾ കുറേ കാര്യങ്ങൾ, പോസ്റ്റ്മാൻ, ചെയർമാൻ, പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഫയർമാൻ, ബാറ്റ്സ്മാൻ മാറ്റിയിട്ട് ബാറ്റർ എന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഒരു ജോലി, ഒരു ഒഫീഷ്യൽ ഇതിൽ വരുമ്പോൾ മോസ്റ്റ്ലി എല്ലാം തന്നെ ജെൻഡേർഡ് ആയിട്ടുള്ളായിരുന്നു. എല്ലാം മാൻ എന്നുള്ള രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നീട് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, നമ്മളത് മാറ്റി. നമ്മൾ എന്താ പേഴ്സൺ എന്നുള്ള, ഇപ്പൊ ചെയർമാൻ എന്ന് പകരം ചെയർ പേഴ്സൺ എന്നൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. പിന്നെ ചെയർ വുമൺ ഒരു സമയത്ത് യൂസ് ചെയ്യായിരുന്നു. പിന്നീട് അത് വീണ്ടും മാറി, കാരണം 2 ജെൻഡർ മാത്രമല്ല, കുറെ ജെൻഡേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ചെയർ പേഴ്സൺ എന്നുള്ള രീതിക്കായി. അങ്ങനെ എല്ലാ രീതിയിലും ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഈവൻ ഇപ്പം നമ്മൾ പറയാണ്, ഇപ്പൊ നമ്മളൊരു ഒരു സ്ട്രെയിറ്റ് ബയോളജിക്കൽ മെയിൽ ആണ്, അല്ലെങ്കിൽ ബയോളജിക്കൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആണ്. ഇപ്പൊ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനൊരു സ്ട്രെയിറ്റ് ബയോളജിക്കൽ ഫീമെയിൽ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ പറയാൻ നേരത്ത് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് പറയുമ്പോൾ എന്നെ ജസ്റ്റ് ഇപ്പൊ ഞാൻ എന്നെ അഡ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് വുമൺ അഡ്രസ് ചെയ്താൽ അത് ഒഫൻഡിങ് ആണെന്നാണ് പറയുന്നത്. ഞാൻ എന്നെ അഡ്രസ് ചെയ്യേണ്ടത് സിസ് വുമൺ എന്ന് തന്നെ അഡ്രസ് ചെയ്യണം. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് സിസ് വുമൺ എന്ന് തന്നെ അഡ്രസ് ചെയ്യണം. അല്ല, ഞാൻ ജസ്റ്റ് എന്നെ വിമൻ എന്ന് അഡ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ് വുമൻസിന് അത് ഒഫൻഡിങ് ആയിട്ട് വരുമെന്ന് പറയുന്നു. അപ്പൊ അത്രയും നമ്മൾ ഒരു ലാംഗ്വേജിൽ അത്രയും ഒരു ജെൻഡർ ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും സൊസൈറ്റിക്ക് ലാംഗ്വേജിലുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കറക്റ്റ് അല്ലേ? അതേപോലെ തന്നെ ലാംഗ്വേജിന് തിരിച്ചിട്ട് നമ്മൾ സിനിമയിൽ പറയാൻ നേരത്തെ സിനിമ സമൂഹത്തിനാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സമൂഹം സിനിമേനാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ രണ്ടും ഉണ്ട്. ഒരു സൈക്ലിക്കൽ പ്രോസസ്സ് പോലെയാണ് അല്ലതെ. സൊസൈറ്റി ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ലാംഗ്വേജ് തിരിച്ച് സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അങ്ങനെ ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണത് അല്ലെ. സോ അതാണ് സൊസൈറ്റീസ് എഫക്ട് ഓഫ് ലാംഗ്വേജ്. സൊസൈറ്റിക്ക് ലാംഗ്വേജിലുള്ള എഫക്റ്റിനെ പഠിക്കുന്നതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. ലാംഗ്വേജിന് സൊസൈറ്റിയിലുള്ള എഫക്റ്റിനെ പഠിക്കുന്നതാണ് സോഷ്യോളജി ഓഫ് ലാംഗ്വേജ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. പിന്നെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. സൈക്കോ ലിംഗ്വിസ്റ്റിക് ഓർ സൈക്കോളജി ഓഫ് ലാംഗ്വേജ് is a study of the interrelationship between linguistic factors and psychological aspects. This discipline is mainly concerned with the mechanisms by which language is processed and represented in mind and brain. That is the psychological and neurobiological factors that enables humans to acquire, use and comprehend and produce language. അതായത് നമ്മൾ എങ്ങനെ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ അത് അക്വയർ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനൊക്കെ കുറച്ച് നമ്മുടെ ബോഡി റിലേറ്റഡ് ആണല്ലേ. നമ്മുടെ സൈക്കോളജിക്കൽ, നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആണ്, നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആണ്, നമ്മുടെ നെർവ്സ് റിലേറ്റഡ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനെയാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഹലോ. ഓക്കെ. സോ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് തിങ്കിങ് പോയിന്റ്സ്. ഇപ്പൊ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന കാര്യം, ഇപ്പം ശരിക്കും ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത്ര ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ശരിക്കും ഒരു മിസ്റ്ററി എന്ന് പറയുന്ന സംഭവമാണ് അല്ലെ. ഇപ്പൊ നമുക്ക് എത്രമാത്രം ടെക്നോളജി ഉപയോഗിക്കാം എന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മൾ ട്രാൻസ്ലേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേഷൻ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കും. ട്രാൻസ്ലേഷൻ ടെക്നോളജി ഉപയോഗിക്കുമ്പോഴും ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ മേ ബി ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴി ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനൊരു ഹ്യൂമൻ ചെക്ക് ആവശ്യം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ PhD ചെയ്യുന്നവരുണ്ട് ഈ കൂട്ടത്തിലെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ പ്ലേജറിസം, നമ്മളിത് മൊത്തം എഴുതി പ്ലേജറിസം ചെക്ക് ചെയ്യാനായിട്ട് ചെന്ന് കഴിയുമ്പോഴും ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിന് ഫുൾ പ്ലേജറിസം ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും അതിനകത്ത് ഹ്യൂമൻ ഇന്റർവെൻഷൻ വേണം. കറക്റ്റ് ആയിട്ട് അത് പ്ലേജറൈസ്ഡ് ആണോ അല്ലെങ്കിൽ ജസ്റ്റ്, കാരണം മെഷീൻസിന് വളരെ കോഡിങ് അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അത് അനലൈസ് ചെയ്യുന്നത് അല്ലേ.
അപ്പം ശരിക്കും ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മിസ്റ്ററി എന്ന് വേണം പറയാൻ, അല്ലേ? അപ്പൊ അതിന്റെ പുറകിലുള്ള ഈ കാര്യങ്ങൾ പഠിക്കുന്നതാണ് മെയിൻ ആയിട്ടും സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? എക്സ്ക്യൂസ് മീ മാം. യാ മാം, നമ്മുടെ ഈ സൊസൈറ്റി ലാംഗ്വേജ് തമ്മിൽ പറഞ്ഞപ്പോ ഞാനൊന്ന് ഓർത്തതാ, ഓക്സ്ഫോർഡിന്റെ 2021 വേർഡ് ഓഫ് ദി ഇയർ വാക്സ് ആണ്, വാക്സിനേഷന്റെ VAX വാക്സ്. ഓക്കെ. ആരാ സാഹിത്യാണോ പറഞ്ഞേ? അതെ അതെ, VAX ആണോ? VAX വാക്സ്. ഓക്കെ. കറക്റ്റാ. ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആ ഒരു ഹ്യൂമൻ ലാംഗ്വേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്? ഇല്ല. ഓക്കെ ഫൈൻ. നെക്സ്റ്റ്, ദ P in topmost is a. അടുത്ത ഇനി ആരോടാ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? P in topmost is പ്രസന്ന. രേണു ആണോ? രേണുവിനോട് ഞാൻ ചോദിച്ചായിരുന്നോ? അടുത്ത റിയാന. മാം ബൈലേബിയൽ ആണോ? ബൈലേബിയൽ പ്ലോഷൻ. ഓക്കെ, വേറൊരു ആൻസറും കൂടെ നോക്കാം. സാഹിത്യ. മാം നേസൽ പ്ലോഷൻ. പ്ലോഷൻ. ഷിബിന. ബൈലേബിയൽ പ്ലോഷൻ. ഓക്കെ, ഷൈമ. നേസൽ പ്ലോഷൻ. ഓക്കെ, നമുക്ക് എന്താ ആൻസർ നോക്കാം. നേസൽ പ്ലോഷൻ ആണ് വരുന്നത്. ഓക്കെ, സോ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്ക് പ്ലോസീവ്സ്, നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സിൽ വരുമ്പോ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന ഒന്നാണ് പ്ലോസീവ്സ്, അല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് എല്ലാവരും ലൈക്ക് അണ്ടർസ്റ്റുഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സ്പീച്ച് സൗണ്ട്സിനെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അതിലാണ് നമ്മൾ കോൺസണൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ വെച്ചിട്ട് ഒരു ക്ലാസിഫിക്കേഷനും മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ വെച്ചിട്ട് വേറൊരു ക്ലാസിഫിക്കേഷനും വരും. ഈ മാനർ ഓഫ് ആർട്ടിക്കുലേഷനകത്ത് വരുന്നതിനകത്ത് ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരെണ്ണമാണ് പ്ലോസീവ്സ് എന്ന് പറയുന്നത്. സോ പ്ലോസീവ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ എയർ പാസേജ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഒരു വേർഡ് പറയുകയാണെങ്കിൽ പ് എന്ന് പറയുന്ന വേർഡ് വരുമ്പോൾ നമ്മുടെ രണ്ട് ലിപ്സും തമ്മിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് എയർ പെട്ടെന്ന് ഒരു എക്സ്പ്ലോസീവ് സൗണ്ടോട് കൂടി എയർ എസ്കേപ്പ് ചെയ്യുമ്പം അങ്ങനെ ആ ഒരു മാനർ ഓഫ് ആർട്ടിക്കുലേഷനിൽ നമ്മൾ വരുന്ന സൗണ്ടിനെയാണ് plosive sounds എന്ന് പറയുന്നത്. Okay, so plosive sounds are produced by the total closure of air passage at some point with the articulators coming into firm contact with each other and the nasal cavity being blocked by the velum so that the air cannot escape through the nose. അപ്പൊ എയർ നോസിൽ കൂടെ എസ്കേപ്പ് ചെയ്യുന്നില്ല, എയർ മൗത്തിൽ കൂടെയും എസ്കേപ്പ് ചെയ്യുന്നില്ല. എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു സ്ട്രിക്റ്റ് ക്ലോസർ ഉണ്ടാവും, വളരെ ടോട്ടൽ ക്ലോസർ ഉണ്ടാവും. പിന്നീട് ഒരു ചെറിയൊരു എക്സ്പ്ലോസീവ് സൗണ്ടോട് കൂടി ആ എയർ പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ പ്ലോസീവ് സൗണ്ട്സ് എല്ലാം ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അട്ടറൻസസ് ഓഫ് ദാറ്റ് സൗണ്ട്സ് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നതാണ് പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ രണ്ട് ചുണ്ടുമാണ് ടോട്ടൽ ക്ലോസറിൽ വരുന്നത്. അഗെയിൻ ബ് എന്ന് പറയുമ്പോഴും രണ്ട് ചുണ്ടാണ് ടോട്ടൽ ക്ലോസറിൽ വരുന്നത്. അപ്പൊ അത് രണ്ടും ബൈലേബിയൽ പ്ലോസീവ്സ് ആണ്. ബ് എന്ന് പറയുന്നത് രണ്ടും ബൈലേബിയൽ പ്ലോസീവ്സ് ആണ്. പിന്നെ ആൽവിയോളാർ പ്ലോസീവ്സ് എന്ന് പറയുമ്പോൾ ആൽവിയോളാർ റിഡ്ജിന്റെ അവിടെയാണ് ടോട്ടൽ ക്ലോസർ വരുന്നത്. നമുക്ക് പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് മനസ്സിലാവും. എന്ന് പറയുമ്പോൾ ആൽവിയോളാറിന്റെ അവിടെയാണ്, ആൽവിയോളാർ റിഡ്ജിന്റെ അവിടെയായിരിക്കും ടോട്ടൽ ക്ലോസർ വരുന്നത്. പിന്നെ വേലാർ പ്ലോസീവ്സ് എന്ന് പറയുമ്പോൾ വേലാർ അവിടെ ആയിട്ടായിരിക്കും ടോട്ടൽ ക്ലോസർ വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്ലോസീവ് സൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം ബൈലേബിയൽ പ്ലോസീവ്സ് എന്ന് പറയുന്നത് പ്, ബ്,
ആൽവോളാർ പ്ലോസിവ്സ് എന്ന് പറയുന്ന ട്, വേലാർ പ്ലോസിവ്സ് എന്ന് പറയുന്ന ക്. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയ വേർഡിനകത്ത് ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നതിൽ പ് സൗണ്ട് അല്ലേ, അപ്പം അതിൽ രണ്ടുപേര് പറഞ്ഞു ബൈലേബിയൽ പ്ലോസീവ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ആൻസർ എന്ന് പറയുന്നത് നേസൽ പോർഷൻ ആണ്. അതെങ്ങനെയാ വന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ഈ പ്ലോസീവ്സിനെ തന്നെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഇൻകംപ്ലീറ്റ് പ്ലോഷൻ അവിടെ കിടക്കണം. നമുക്ക് നേസൽ പ്ലോഷൻ നോക്കാം. നേസൽ പ്ലോഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാല് ഈ പ്ലോസീവ് സൗണ്ട് കഴിഞ്ഞിട്ട് ഒരു നേസൽ സൗണ്ട് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ വരുന്നിടത്ത് ഈ ആ ഒരു എയർ മൗത്തിൽ കൂടെ മാത്രമല്ല നോസിൽ കൂടെയും എസ്കേപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്ലോഷനെയാണ് നേസൽ പ്ലോഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നതാണ് ഷാർപ്നെസ്, ടോപ്പ് മോസ്റ്റ് എന്ന്. മനസ്സിലായോ എന്തുകൊണ്ടാണ് നേസൽ പ്ലോഷൻ ആൻസർ വന്നതെന്ന്? ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ നമ്മള് ക്വസ്റ്റ്യനിൽ നോക്കാൻ നേരത്തെ ഇപ്പം ഏതെങ്കിലും ഒരു സൗണ്ട് കഴിഞ്ഞിട്ട് ഒരു നേസൽ സൗണ്ട് ഉണ്ടോ? ഇപ്പൊ ഷാർപ്നെസ് എന്ന് പറയുമ്പോൾ പ് കഴിഞ്ഞിട്ട് ന് സൗണ്ട് ഉണ്ട്. ടോപ്പ് മോസ്റ്റ് എന്ന് പറയുമ്പോൾ പ് കഴിഞ്ഞിട്ട് മ സൗണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ടാണ് അത് നേസൽ പ്ലോഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇൻകംപ്ലീറ്റ് പ്ലോഷൻ. ഇൻകംപ്ലീറ്റ് പ്ലോഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പ്ലോസീവ് സൗണ്ട്സ് അടുത്തടുത്ത് വരിക. Okay, when a plosive consonant is followed by another plosive or an affricate sound in the same word, the first plosive is not fully pronounced. അപ്പൊ രണ്ടെണ്ണം അടുത്തടുത്ത് വരും. ആക്ട് എന്ന് പറയുമ്പോൾ ും അടുത്തടുത്ത് വരുന്നു. പിക്ചർ എന്ന് പറയുമ്പോൾ ും അടുത്തടുത്ത് വരുന്നു. ആരുടെയോ ഇത് മ്യൂട്ട് അല്ലല്ലോ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. അത് രണ്ടും അടുത്തടുത്ത് വരുന്നത് കൊണ്ട് അതിനകത്ത് ഫസ്റ്റ് വരുന്ന പ്ലോസീവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രൊനൗൺസ് ആവില്ല. അങ്ങനെ വരുമ്പോഴാണ് അതിനെ ഇൻകംപ്ലീറ്റ് പ്ലോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാറ്ററൽ പ്ലോഷൻ എന്ന് പറയുമ്പോൾ വേർഡ്സ് ലൈക്ക് മിഡിൽ, ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ്സുകളൊക്കെ അങ്ങനെയല്ല ഇതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. മിഡിൽ, ലിറ്റിൽ എന്ന് ഞാൻ പറയുന്നത് ശരിക്കും ഒരു മലയാളം ആക്സെന്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയുള്ള വേർഡ്സുകൾ വരുമ്പം ഇപ്പൊ ട് പോലെയുള്ള സൗണ്ടുകൾ കഴിഞ്ഞിട്ട് ഒരു ലാറ്ററൽ സൗണ്ട് എന്ന് പറയുന്ന ലാറ്ററൽ സൗണ്ട് വരുമ്പോ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ എയർ ടങ്കിന്റെ രണ്ട് സൈഡിൽ കൂടെയും എസ്കേപ്പ് ആവും. അങ്ങനെ വരുന്നതിനാണ് ലാറ്ററൽ പ്ലോഷൻ എന്ന് പറയുന്നത്. ഗ്ലോട്ടൽ പ്ലോഷൻ എന്ന് പറയുമ്പോൾ ഗ്ലോട്ടിസിന്റെ അവിടെ വോക്കൽ കോഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ടോട്ടൽ ക്ലോസറിൽ വരും. എന്നിട്ട് വോക്കൽ കോഡ്സ് ആ ഒരു ക്ലോസർ മാറാൻ നേരത്തെ അതുവഴി എയർ എസ്കേപ്പ് ചെയ്ത് പ്ലോസീവ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്ലോട്ടൽ പ്ലോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതൊക്കെയാണ് പ്ലോസീവ്സിനകത്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ പ്ലോസീവ്സ് എന്താന്ന് പറഞ്ഞു? 3 പേഴ്സ് ഓഫ് പ്ലോസീവ്സ് ഉണ്ട്. ബൈലേബിയൽ, ആൽവിയോളാർ, വേലാർ. പിന്നെ പ്ലോഷൻ അല്ലെങ്കിൽ പ്ലോസീവ്സിനെ വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് ഇൻകംപ്ലീറ്റ്, നേസൽ, ലാറ്ററൽ, ഗ്ലോട്ടൽ. ഓക്കെ, now the next question. The theory which is based on the assumption that language originated as a result of human instinct to imitate sounds. Ding dong theory. വീണ്ടും ആരുടെയോ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, ഡിങ് ഡോങ് തിയറി, ബവോ തിയറി, പൂപ്പു തിയറി, ജസ്റ്റ് തിയറി. ഈ സാഹിത്യോട് ചോദിച്ചു, ഷിബിനോട് ചോദിച്ചു, ഷൈമയോട് ചോദിച്ചു, സൗമ്യ ബിൽജി. The theory which is based on the assumption that language originated as a result of human instincts to imitate sounds. Hello, Srija. Yes ma'am. Srija Gobinath. ഏതാ? Bow theory. അതെ, കറക്റ്റാ, ബവോ തിയറി. ബാക്കി തിയറീസ് ഒക്കെ എന്തൊക്കെയാ? ഡിങ് ഡോങ് തിയറി എന്താ? ബവോ തിയറി എന്താ? പൂപ്പു തിയറി എന്താ? ജസ്റ്റ് തിയറി എന്താ? ഓർമ്മയുണ്ടോ? So Bow theory എന്ന് പറയുന്നത് human instinct to imitate natural sounds such as the cry of an animal.
അപ്പം നമുക്കറിയാലേ ബൗവൗ തിയറിക്ക് ഓണമറ്റോപിക് വേർഡ്സ് ആണ് എക്സാമ്പിൾ വരുന്നത്. അതായത് ആനിമൽസിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ലാംഗ്വേജ് വന്നത് എന്ന് പറയുന്നതിനെയാണ് ബൗവൗ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഓണമറ്റോപിക് വേർഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? ബസ് അല്ലേ? ഹിസ്സിംഗ് സൗണ്ട്. ഹിസ്സിംഗ് സൗണ്ട് ഓഫ് സ്നേക്ക്, പിന്നെ ബസ്, പിന്നെ ക്രോ, ക്രോയിങ് ഓഫ് ക്രോസ്. ഓക്കെ, അതൊക്കെയാണ്. അപ്പൊ ബൗവൗ തിയറി എന്താ നമുക്ക് അറിയായിരിക്കും എല്ലാവർക്കും അല്ലേ? നെക്സ്റ്റ് വൺ ഡിങ് ഡോങ് തിയറി. ഡിങ് ഡോങ് തിയറി പ്രപ്പോസ് ചെയ്യുന്നത് മാക്സ് മുള്ളർ ആണ്. This theory is based on man's tendency to imitate movements in nature. നേച്ചറിലുള്ള മൂവ്മെന്റ്സിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ലാംഗ്വേജ് വന്നതെന്നാണ് ഡിങ് ഡോങ് തിയറി വഴി മാക്സ് മുള്ളർ പറയുന്നത്. ഓക്കെ, അടുത്തത് പൂപ്പു തിയറി. According to this theory, the origin of language is traced to be the involuntary exclamations of pain, surprise, pleasure or wonder. നമ്മളെന്താ പെട്ടെന്നുള്ള ഒരു സഡൻ ഒരു ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേഷനിൽ നിന്ന്, ലൈക്ക് ഒരു വേദന എടുക്കുമ്പോൾ എന്ന് പറയുന്നതോ അയ്യോ എന്ന് പറയുന്നതോ അങ്ങനെയുള്ള എക്സ്പ്രഷൻസിൽ നിന്നാണ് ലാംഗ്വേജസ് ഉണ്ടായതെന്നാണ് പൂപ്പു തിയറി പ്രൊപ്പോണന്റ് ചെയ്യുന്നത്, പൂപ്പു തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ജസ്റ്റർ തിയറി. ജസ്റ്റർ തിയറി പറയുന്നത് വില്യം വുണ്ട് ആൻഡ് സർ റിച്ചാർഡ് പാജെ ആണ്. ജസ്റ്റർ തിയറി എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു സൈൻ കാണിക്കും, ആ സൈൻ കാണിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ വോക്കൽ ഓർഗൻസ് മൂവ് ചെയ്തിട്ടാണ് എന്ത് ഉണ്ടാവുന്നത്, ലാംഗ്വേജ് ഉണ്ടായതെന്നാണ്. അപ്പൊ സൈൻ ലാംഗ്വേജിൽ നിന്നാണ് സ്പോക്കൺ ലാംഗ്വേജിലേക്ക് വന്നതെന്നാണ് ജസ്റ്റർ തിയറി പറയുന്നത്. അതിപ്പോ നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വാ വാ എന്ന് കാണിക്കില്ലേ, അതിനെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, എന്നാലും നിങ്ങൾക്ക് ഊഹിക്കാലോ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വാ വാ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പോ പോ എന്ന് വിളിക്കും. അത് നമ്മുടെ ടങ്കിന്റെ മൂവ്മെന്റും ഏകദേശം സെയിം ആയിരിക്കും അല്ലെ? വാ വാ പോ പോ ആണോ? അതെ. അപ്പൊ അങ്ങനെ വരുന്നതിനാണ് ജസ്റ്റർ തിയറി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഈഹിഗോ തിയറി. ഈഹിഗോ തിയറിയുടെ പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത് നോയർ ആണ്. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു ഭയങ്കര ഒരു വലിയൊരു വർക്ക് ചെയ്യുമ്പം അങ്ങനെ ആ വർക്ക് ഈസി ആക്കാനായിട്ട് അവര് പറയുന്ന പല വാക്കുകളിൽ നിന്നാണ് എന്താ പറയുന്നത് ലാംഗ്വേജ് ഉണ്ടായെന്നാണ് പറയുന്നത് അല്ലെ? അപ്പം പണ്ട് പണ്ട് മനുഷ്യന്മാർ ചെയ്ത ഭയങ്കര എന്തെങ്കിലും ഭയങ്കര ഒരു ബേർഡൻസം ആയിട്ടുള്ള ടാസ്കിൽ നിന്നായിരുന്നു ലാംഗ്വേജ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മ്യൂസിക്കൽ തിയറി. മ്യൂസിക്കൽ തിയറിയുടെ പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത് ഓട്ടോ ജെസ്പേഴ്സൺ ആണ്. ഓട്ടോ ജെസ്പേഴ്സൺ ഒരു സ്വിസ് ലിംഗ്വിസ്റ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, സോ മ്യൂസിക്കൽ സോങ്സിൽ നിന്നാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് മ്യൂസിക്കൽ തിയറി വഴി പറയുന്നത്. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. ബൗവൗ, ഡിങ് ഡോങ്, പൂപ്പു, ജസ്റ്റർ, ഈഹിഗോ തിയറി, മ്യൂസിക്കൽ തിയറി. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ തോന്നി, ഇതിൽ ഏത് തിയറി ആയിരിക്കും? നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും തിയറി ഉണ്ടോ? എങ്ങനെ ലാംഗ്വേജ് ഒറിജിൻ ചെയ്തു വന്നു എന്ന് എന്തെങ്കിലും തിയറി ഉണ്ടോ? ആർക്കെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും തിയറി ഉണ്ടോ? ആർക്കൊരു തിയറി ഇല്ല. ഇതൊക്കെ കമ്പൈൻഡ് ആയിരിക്കും. ഞാനും അതിനായിട്ട് എനിക്കും അതിനോടായിരുന്നു യോജിപ്പ്. ആരാ പറഞ്ഞ? ഡെൻവർ ആണോ? അതെ. ഞാനും ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇത് ഏതായിരിക്കും. ഇപ്പൊ എന്റെ ഒരു ഒരു അസംഷൻ എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷനിൽ നിന്നായിരിക്കും ലാംഗ്വേജ് വന്നതെന്നാണ്. ഓക്കെ, പിന്നെ ഇനി ഇതില് ഏത് തിയറി ആയിരിക്കും ഏറ്റവും കറക്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വോട്ട്സ് ഫോർ ഏത് തിയറിക്കാ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നതെന്ന് അറിയാലോ. ബൗവൗ തിയറി ബൗവൗ തിയറിയാണ് കറക്റ്റ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പൂപ്പു തിയറിയാണ് കറക്റ്റ് എന്ന് പറയുന്നോ? ഒരു തിയറി അല്ല മാം, എല്ലാ തിയറിയിലും ഓരോന്ന്. എല്ലാ തിയറിയും അപ്പൊ എല്ലാവർക്കും അത് തന്നെയാണ്. ഓക്കെ, സോ ഓക്കെ, നിങ്ങൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ലിങ്ക് ഒന്ന് കണ്ടു നോക്ക്. അതിനകത്ത് അവര് പറഞ്ഞു വരുന്നത് ഏകദേശം ജസ്റ്റർ അല്ലെങ്കിൽ സൈനിൽ നിന്നാണ് ലാംഗ്വേജ് വരുന്നതെന്നാണ് അവർ പറയുന്നത്.
ബട്ട് സ്റ്റിൽ വേറെയും ടെഡ് ടോക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാം. ഒരു സമയത്തായി 8:45, ഒരു 5 മിനിറ്റ് നിങ്ങൾ തന്നെ ചെയ്ത് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്താൽ മതി. ഒരു 8:50 ആകുമ്പോഴേക്കും തീരുവോ 20 വേർഡ്സ്? നിങ്ങൾ തന്നെ ഒരു പേപ്പർ എടുത്ത് ചെയ്താൽ മതി, കറക്റ്റ് ചെയ്താൽ മതി. മിനിറ്റ്സില് എല്ലാവരും ചെയ്യണം കേട്ടോ, ആരും പറ്റിക്കരുത്. നിങ്ങളുടെ വീഡിയോസ് ഓൺ ആക്കുമായിരുന്നെങ്കിൽ എനിക്ക് കാണാമായിരുന്നു, നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയായിരുന്നു. ട്രാൻസ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടല്ലോ. ട്രാൻസ്ക്രിപ്ഷൻ പ്രാക്ടീസ് ചെയ്യണം, സമയം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇപ്പൊ നമ്മള് 2 എക്സാംസ് റീസെന്റ് ആയി എഴുതിയ 2 എക്സാംസിനും ട്രാൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു. HSST റീസെന്റ് ആയിട്ട് വന്ന അതിനകത്തും ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, കോളേജിയറ്റിലും ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. കോളേജിയറ്റിൽ 5 മാർക്ക് ഉണ്ടായിരുന്നു ട്രാൻസ്ക്രിപ്ഷന്. നമുക്കറിയാം, നമ്മൾ 1 മാർക്ക് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം. ആ ഒരു 5 എണ്ണവും കറക്റ്റ് ആക്കാൻ പറ്റുന്ന, ഇപ്പൊ കോളേജിയറ്റ് ഒക്കെ എഴുതിയ ഒരാൾക്ക് ആ 5 എണ്ണം കറക്റ്റ് ആക്കാൻ പറ്റിയ വലിയ മേ ബി റാങ്കിൽ ഒത്തിരി മുന്നോട്ട് വരാൻ പറ്റാനൊരു ചാൻസ് ഉണ്ട്. അതിൽ കറക്റ്റ് ആൻസർ ആണെങ്കിൽ പിന്നെ അതിനകത്ത് ഒന്നും ഇല്ലല്ലോ, എന്താണെങ്കിലും മാർക്ക് ഇട്ടല്ലേ പറ്റുള്ളൂ. അതിനകത്ത് പിന്നെ വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ, കൈൻഡ് ഓഫ് മാത്സ് പോലെയല്ലേ. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സമയമായോ? 5 മിനിറ്റ് ആയോ? കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞോ? 5 മിനിറ്റ് ആയില്ലേ? 8:45, 8:45, 8:50 വരെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, 8:50 വരെ നോക്കാതെ ഇനി 3 മിനിറ്റും കൂടെ. ഇനി 2 മിനിറ്റും കൂടെ, 2 minutes more. കംപ്ലീറ്റ്. ഓക്കെ, Yes, ma'am, completed. just 1 more minute.
ഓക്കെ, നമുക്ക് ആൻസേഴ്സ് നോക്കാം. നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് സ്ട്രെസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രെസ് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. മാം, ആ ആക്ടിവിറ്റിയുടെ ലാസ്റ്റ് ഐ നേരത്തെ തൈ തന്നെയല്ലേ? അതെ അതെ. അത് ഹ്യൂമാനിറ്റിയുടെ അങ്ങനെ തന്നെയാ കേട്ടോ. മാം ഇത് കറക്റ്റ് ചെയ്തു, ബാക്കി ഓക്കെ. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു മാം. ഈ ലാസ്റ്റ് ഒരു കുറച്ച് ഫൈനൽ ക്വസ്റ്റ്യൻസും കൂടെ, then we'll wind up. Okay, so dash is a method of word formation whereby one or more syllables are removed from longer words. Clipping, derivation, compounding, blending. നമ്മൾ എവിടെയാ ചോദിച്ചു നിർത്തിയേ? ആരുടെ അടുത്താ ചോദിച്ചത്? ശ്രീജയുടെ അടുത്തല്ലേ? സുമി? Yes ma'am. Yeah. Clipping ആണോ? അതെ. ക്ലിപ്പിംഗിന് എക്സാമ്പിൾ അറിയോ സുമിക്ക്? ഇല്ല, എക്സാമ്പിൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, ക്ലിപ്പിംഗിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫോട്ടോഗ്രാഫിൽ നിന്ന് ഫോട്ടോ, ജിംനേഷ്യം അതിൽ നിന്ന് ജിമ്മ്, അതൊക്കെയാണ് ക്ലിപ്പിങ്ങിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് then the study of science is called സെമിയോട്ടിക്സ്. ഉണ്ണികൃഷ്ണൻ അല്ലല്ലോ, ശ്രീജ മോഹൻ. ശ്രീജ. സ്റ്റഡി ഓഫ് സയൻസ് ഏതാ? സെമാന്റിക്സ് അല്ലേ? സെമാന്റിക്സ് ആണോ ശ്രീജ സ്റ്റഡി ഓഫ് സയൻസ്? സെമിയോട്ടിക്സ്. സ്റ്റഡി ഓഫ് സെമാന്റിക്സ് മീനിങ് അല്ലേ മാം? അതെ, സ്റ്റഡി ഓഫ് മീനിങ് ആണ് സെമാന്റിക്സ്. സ്റ്റഡി ഓഫ് സയൻസ് സെമിയോട്ടിക്സ്. ഇനി ഒരു ക്വസ്റ്റ്യൻ വർണ്ണയാണ് ലാസ്റ്റ് ആണ്. വർണ്ണയ്ക്കുള്ള ക്വസ്റ്റ്യൻ. The term dash refers to the omissions of certain sound syllables or even words in continuous speech. Emission, elision, assonance, alliteration. വർണ്ണ? മാം yeah. എലീഷൻ ആണോ? എലീഷൻ ആണോ? എലീഷൻ ആണ്. കോൺഫിഡൻസ് ഇല്ലല്ലോ. എലീഷൻ. ഓക്കെ. The last question. Who proposed the theory of LAD? LAD, language acquisition device. Chomsky, Bloomfield, yeah, Chomsky. Yeah, that's it. അപ്പൊ നമ്മുടെ like questions ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. So I think we'll wind up for today. Okay. Thank you.
ഓക്കെ മാം താങ്ക് യു. Okay, ma'am. Thank you.